ജനങ്ങളുടെ സപ്പോർട്ട് കിട്ടും. സത്യകഥാന്ന് തിരിച്ചറിയാനുള്ള വകതിരിവ് ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ അസത്യം ചെയ്യുന്ന ആളല്ല, എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ അസത്യം ചെയ്യുന്ന ആളല്ല. എന്നെ നശിപ്പിക്കാൻ പലരും ശ്രമിക്കും. ഇപ്പോഴല്ല, ആദ്യമല്ല, 2001 ആദ്യത്തെ തെരഞ്ഞെടുപ്പ് മുതൽ ഞാനത് അനുഭവിക്കുന്നത്. ആരാ സപ്പോർട്ട് ചെയ്യുന്നത്? ഈ ശ്രീലക്ഷ്മി പോലുള്ള വ്യക്തികളൊക്കെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇവളൊക്കെ സോഷ്യൽ മീഡിയ വന്നിട്ട് എന്തുണ്ടാക്കുക പറയുന്നത്? ഇപ്പോൾ സോഷ്യൽ മീഡിയ കൂടെ എന്ത് മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എന്തോ വന്ന് സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലത്തെ കേസല്ല ഇത്. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇവർക്ക് ഒരു ബോധമില്ലേ വന്നിട്ട് ഈ പറയാനാ? അതുപോലത്തെ ഒരു കേസ് കേട്ടല്ല. ഇയാളും ഒരു പെണ്ണുമായിട്ട് ഒരു കാര്യം കാണുന്നത് സ്വന്തം ഭാര്യയാണ്. ആ സമയത്ത് അവരുടെ ഫോൺ തട്ടിപ്പറിക്കുക, കൂടെയുള്ള അസിസ്റ്റന്റിനോട് പറയുന്ന അവളെ പിടിക്കുക, പിന്നെ റൂമിൽ കെട്ടിയിടുക, പൂട്ടിയിടുക, അത് നിസ്സാര കാര്യമാണ്. അവർ പോലീസിനെ വിളിച്ച് വരുത്തിയിട്ട് പോലും പോലീസ് അവിടെ വന്നിട്ട് ഒരു ആക്ഷൻ പോലും എടുത്തില്ല. അതത്ര നിസ്സാരമായിട്ട് കാണുന്ന അത്ര ശരിയൊന്നുമല്ല. ഒരു മന്ത്രിയാണ് അദ്ദേഹം, ഒരു സ്ഥാനത്തിരിക്കുന്നതാണ്. ഇത് രണ്ടും ഡിഫറൻസ് ഉണ്ട്. രാഹുലിന്റെ ഇതും തമ്മിൽ ഒരുപാട് ഡിഫറൻസും കാര്യങ്ങളും ഉണ്ട്. അത് പരസ്പര സമ്മതത്തോടെ നടന്നു കഴിഞ്ഞിട്ട് അവസാനം അവൾമാര് എന്തെടുത്ത് ഒരു അവസരം കിട്ടിയപ്പം പണിഞ്ഞു. ഓക്കെ, അതുപോലല്ല ഗണേഷ് കുമാറിന്റെ കാര്യം. ഒരു സ്വന്തം ഭാര്യ ചില കാര്യങ്ങൾ കാണുമ്പോൾ അവർക്ക് ആ രക്ഷപ്പെടാൻ ആ ഒരു സമയത്ത് അവർക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടായി കാണും. കാരണം അവരുടെ ഫോൺ തട്ടിപ്പറിക്കാൻ ശ്രമിക്കുന്ന കൂടുള്ളവരാണ്. അപ്പൊ എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടായി കാണും. നിങ്ങൾ അതൊന്നും ഇവിടെ ആരും ചിന്തിക്കുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഇന്നലെ ഒരു വീഡിയോ ഞാൻ ഇട്ടായിരുന്നു. വെറും 3000 പേരെ കണ്ടുള്ളൂ ആ ഒരു വീഡിയോ കാണാത്തതിൻ്റെ ഒന്നുമല്ല, എനിക്കൊരു വിഷമവും കാര്യങ്ങളൊന്നുമല്ല. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. സ്വന്തം പെങ്ങൾ പറയുന്നതിൻ്റെ, ഗണേഷ് കുമാറിന്റെ പെങ്ങൾ പറയുന്നുണ്ട്, നാട് നന്നാക്കാൻ ഇറങ്ങിയ അവൻ കുടുംബത്തിലെ, അതായത് അവരുടെ മോന് ക്യാൻസർ വന്നിട്ട് പോലും അവരുടെ വസ്തുവിന്റെ കാര്യത്തിന് പോലും ഒരു തീരുമാനം ഉണ്ടാക്കാത്തവനായിരുന്നു ഈ ഗണേഷ്. ഞാൻ ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം ഒന്നും കൂടെ വെക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. ഇതിൽ താല്പര്യമുള്ളവർ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക. ഈ ഒരു വിഷയത്തിനെ കുറിച്ച് അറിയണമെങ്കിൽ ഇനി ചാനൽ സബ് ചെയ്യുക, പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക. ഞാൻ ഈ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, ഇതും രാഹുലിൻ്റെ ഉള്ളൂ ഞാൻ കൂടുതൽ ഷെയർ ചോദിച്ചിട്ടുള്ളത്. പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക. പ്രത്യേകിച്ച് ഫേസ്ബുക്ക് ഉള്ളവർക്ക് അത് ഷെയർ ചെയ്യാൻ എളുപ്പമാണ്. ഓക്കെ, ഫേസ്ബുക്കിൽ കാണുന്നവർ ഒന്ന് ഫോളോയും കൂടെ ചെയ്തേക്കുക, ലൈക്ക് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എന്തായാലും, ഇവൻ നല്ലവനാണോ അല്ലയോ, ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കുന്നുള്ളൂ. നല്ലവനാണോ അല്ലയോ നിങ്ങൾ പറ. ഓക്കെ, നമുക്ക് ചേച്ചിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണാം. സോഷ്യൽ മീഡിയ വന്നിട്ട് ഈ അടുത്ത സമയത്താണെന്ന് തോന്നുന്നു അലൻ ജോസ് പെരേര കല്യാണം കഴിക്കുന്നതായിട്ട് വന്ന് അങ്ങ് ഓരോ വിഷയങ്ങളുണ്ടാക്കി. പുള്ളിക്കാരി അങ്ങ് ഏറിപ്പോയാലും സാരമൊന്നുമില്ല, എങ്ങനെയെങ്കിലും അവർക്ക് ഒന്ന് ഫെയിം റീച്ച് അത് മാത്രം മതി നടക്കുന്ന ഒരു സാധനം. അഭീതത്തെ പ്രോത്സാഹിപ്പിച്ചു. നടത്താതിരിക്കുമോ, എന്ത് വേണമെങ്കിലൊക്കെ ചെയ്യും. പക്ഷെ ഇതുപോലെ വന്നിട്ട് വിവരക്കേട് വിളിച്ചു പറയരുത്. ഭാഗം നോക്കുമ്പോൾ അവരുടെ ഭാഗം ഒക്കെയാണ്. പക്ഷെ പുള്ളിയുടെ ഭാഗം നോക്കുമ്പോൾ പുള്ളിക്ക് വേറൊരു റിലേഷൻ വേണമെന്ന് തോന്നിയാൽ ആകാലോ. ആരും പിടിച്ചു വെച്ചേക്കോ ജയിൽവാസം ഒന്നും അല്ലല്ലോ. അവരവരുടെ ജീവിതം ഇഷ്ടമുള്ള രീതി തെരഞ്ഞെടുക്കാൻ എല്ലാവർക്കും ഇതുണ്ട്. ഇവിടെ ഗൾഫിലായിരുന്നു ജോലിയൊക്കെ ചെയ്തത്. ഇവിടെ അവളെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്, അടിക്കും അങ്ങോട്ട് ചെയ്തിട്ടുണ്ട്, നിലത്തിലിട്ട് ചവിട്ടിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഈ പെണ്ണിനെ അവിടെ ഉള്ളവർ ചെയ്തിട്ടൊക്കെ ഉള്ളതാണ്. ഇവിടെ തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട്. നിന്നെ പോലെ തന്നെയല്ലേ ഗണേഷ് കുമാറിന്റെ ഭാര്യയാണെങ്കിൽ പോലും. ഒന്ന് ചിന്തിച്ചു നോക്ക്. അവരൊരു കാര്യം കാണുമ്പോൾ അവരെ ദ്രോഹിക്കുക ചെയ്തത്. കൂടെ ഇവന്റെ കൂടെ ജോലി ചെയ്യുന്ന കുറെ ആൾക്കാരും. അപ്പോൾ ഒന്ന് ആലോചിക്കുക, നീ ഒരു പെണ്ണല്ലേ? വിവരം കെട്ടവളൊക്കെ എന്തൊക്കെയോ പറയുന്നേ. സ്വന്തമായിട്ട് പ്രായപൂർത്തിയായവരാണല്ലോ. ഗണേഷ് കുമാർ വന്നപ്പോ എല്ലാം സെറ്റ് ആയിട്ടില്ലേ? അപ്പൊ പുള്ളി മന്ത്രി ആയാലും ഒക്കെ എന്റെ ഒരു ഇത് വെച്ചിട്ട്, മുഖ്യമന്ത്രി ആയാലൊക്കെ എന്റെ ഒരു ചിന്താഗതി വെച്ചിട്ട് വിദേശ രാജ്യങ്ങൾ പോലെ ആവും നമ്മുടെ നാട്. കോപ്പ് ഞാനേ ആ പെങ്ങടെ വീഡിയോ വെച്ച് തരാം, ഞാൻ ഒന്ന് കേട്ട് നോക്ക് നീ. എൻ്റെ കൊച്ചു 10 വയസ്സുള്ള ഒരു കുഞ്ഞ് ക്യാൻസർ പേഷ്യൻ്റാണ്. ഇത്രയും കോടീശ്വരനായ ആ മനുഷ്യൻ്റെ മകൾ എന്ന നിലയ്ക്ക് എനിക്ക് ഒന്നും ആ കുട്ടിയുടെ പേരിൽ എൻ്റെ അച്ഛൻ കരുതിയിരുന്ന പൈസ പോലും എടുക്കാൻ സാധിക്കുന്നില്ല. ഇദ്ദേഹം മുടക്കി വെച്ചിരിക്കുകയാണ്. ആ കുഞ്ഞിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി അച്ഛൻ എന്നും അതൊരു ദുഃഖമായിരുന്നു. ഇന്ന് ആ കുഞ്ഞിൻ്റെ കുറച്ച് ക്രിട്ടിക്കലായ ഒരവസ്ഥയിൽ നീങ്ങുകയാണ്. ആ അവസ്ഥയിൽ നമ്മൾ നിവൃത്തികെട്ട് ചോദിച്ചു കുഞ്ഞിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി. കാരണം അമേരിക്കയിൽ നിന്നൊക്കെ ചില അതിൻ്റെ സൗകര്യങ്ങൾ ചെയ്ത് കൊണ്ടുവന്നാൽ ഒരുപക്ഷെ രക്ഷപ്പെടുത്താൻ പറ്റും. അങ്ങനെ ഒരവസ്ഥ വന്നപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അവതരിച്ചപ്പോൾ ഒരു കാരണവശാലും കൊടുക്കരുതെന്ന് പറഞ്ഞ് അതിൻ്റെ സകല റെക്കോർഡ്സും ബാങ്കിൽ നിന്ന് വാങ്ങിച്ച് തട്ടിപ്പറിച്ച് വെച്ചിരിക്കുക, കൊടുക്കുന്നില്ല. കണ്ടല്ലോ,
ഇതാണോ ഗൾഫാവെന്ന് പറഞ്ഞത്? എടി സ്വന്തം വീട് നന്നാക്കാതെ നാട് നന്നാക്കിയിട്ട് എന്ത് പഴം കിട്ടാനാ? എടാ ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ എന്നെക്കുറിച്ച് പറയാമെന്നല്ല, ഞാൻ എൻ്റെ വീട്ടുകാരനെ ഒറ്റൊരു ചിന്തയേ ഉള്ളൂ. എൻ്റെ മനസ്സിലതേ ഉള്ളൂ. ഞാനിവിടെ കിടന്ന് ബഹളം വെക്കും, എന്തെങ്കിലും ഒരു തെറ്റ് കണ്ട ബഹളം വെക്കും. എനിക്ക് തെറ്റെന്ന് തന്നെ മുഖത്തടിച്ച് പറയും. അത് നിങ്ങൾ ചെയ്യുന്ന തെറ്റാണ്. അത് അച്ഛനായാലും അമ്മയായാലും ന്യായത്തിൻ്റെ കൂടെ നിൽക്കുന്നൊരു വ്യക്തി എന്തുണ്ടെങ്കിലും മുഖത്തടിച്ച് ഞാൻ പറയും. എൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ്. പക്ഷെ എന്തൊക്കെ വന്നാലും വീടിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ള കാര്യത്തിലൂടെ ഞാൻ ഇറങ്ങത്തുള്ളൂ. പിന്നെ ഞാനിവിടെ കിടന്ന് ബഹളം വെച്ച് അല്ലെങ്കിൽ ഞാനിവിടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ മൂന്നാമതൊരാൾ അല്ലെങ്കിൽ രണ്ടാമതൊരാൾ കയറി വന്നിട്ട് മോൻ ചില സമയത്തൊക്കെ കിടന്ന് ബഹളമൊക്കെ വെച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കും. നമുക്കാണെങ്കിൽ എന്ത് വേണമെങ്കിലും അവരെയൊക്കെ പറയാം. മൂന്നാമതൊരാൾ വന്ന് സംസാരിക്കത്തില്ല. സംസാരിച്ചാൽ അവൻ ഏത് രീതിയിലായിരിക്കും അനുഭവിക്കുന്നതെന്ന് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അങ്ങനെ അനുഭവമൊക്കെ ചിലവന്മാർക്ക് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, പറഞ്ഞു മനസ്സിലായോ? എത്രയൊക്കെ വന്നാലും നമ്മുടെ വീട്ടിലുള്ളവർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നാട് നന്നാക്കാൻ ഇറങ്ങണം. അതിനൊരു അന്തസ്സുണ്ട്. ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. എൻ്റെ ഒരു ഇതാണ്, എൻ്റെ ഒരു ശീലമാണ് ഞാനീ പറയുന്നത്, എൻ്റെ ഒരു ശൈലിയാണ് ഞാനീ പറഞ്ഞത്. ഗണേഷ് കുമാർ വന്നപ്പോ എല്ലാം സെറ്റ് ആയിട്ടില്ലേ? പഴം ഗണേഷ് കുമാർ നമ്മുടെ KSRTC എന്ന് പറയുന്ന സംഭവം എത്രയോ ആൾക്കാര് സാലറി പോലും ഇല്ലാതെ കിടന്നിരുന്നു. എത്ര ആൾക്കാർ, എത്ര മന്ത്രിമാരും ഉന്നത തലത്തിൽ ചെയ്യുന്നവരൊക്കെ നിന്ന് മൂത്രം ഒഴിച്ചിട്ട് എന്തെങ്കിലും KSRTCക്ക് വേണ്ടി ഉണ്ടാക്കാൻ പറ്റിയോ? 10 വർഷം കൊണ്ട് ആരാ? നിന്റെ തന്തയൊന്നുമല്ലല്ലോ വന്ന് ഭരിച്ചത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലയോ? 10 വർഷം കൂടെ ഇവിടെ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആരാ? അതും കൂടെ ഒന്ന് ചിന്തിച്ചു പോളൂ മോളെ. അയ്യോ, ഗണേഷ് മന്ത്രി വന്നപ്പോഴെല്ലാം സെറ്റായെന്ന് പറയുന്നത്. ഇതുപോലെ അവള് വിചാരിച്ച് സോഷ്യൽ മീഡിയ പുള്ളിക്ക് നല്ല സപ്പോർട്ട് കിട്ടും. സോഷ്യൽ മീഡിയയിൽ ഇവള് മാത്രമേ ഉള്ളൂ ഇവന് സപ്പോർട്ട്, ബാക്കി എല്ലാവരും അവനെതിരാ. ബാക്കി എല്ലാം അവനെതിരാ. സത്യമായിട്ട് പറഞ്ഞാൽ ഈ പറയുന്ന ഗണേഷ് കുമാറിന് എതിരാണ് കൂടുതൽ ആൾക്കാർ. കാരണം ഉമ്മൻചാണ്ടിയുടെ വിഷയം വന്നതിന് ശേഷം ഞാൻ എപ്പോഴും ഗണേഷ് സാറിന് സപ്പോർട്ടാണ്. കാരണം പുള്ളി ഒരു തെറ്റ് ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്റെ നാട്ടുകാരനായതുകൊണ്ട് ഞാൻ പറയല്ല, പുള്ളി തെറ്റ് ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് ഓരോരുത്തർ ഇഷ്ടമാണ്, ആരെ സ്നേഹിക്കണം, അവരോട് ജീവിക്കണം, അതൊക്കെ അവരവരുടെ ചോദിക്കും. ഗണേഷ് കുമാറിന് മുൻപൊരിക്കലും ഇതേപോലെ ഒരു അടി കിട്ടിയൊരു കേസ് ഉണ്ടായിരുന്നു. അടി കിട്ടിയോ? അപ്പൊ പുള്ളിക്കാരൻ ചെയ്തത് തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അപ്പൊ അങ്ങനെ നോക്കുവാണെങ്കിൽ വൈഫാണോ തെറ്റുകാരെന്ന് ചോദിക്കും. തീർച്ചയായിട്ടും ഞാൻ വൈഫ് തെറ്റുകാരിയാന്ന് പറയും. കാരണം അവരെത്ര പബ്ലിക്കായിട്ട് നിന്ന് അത് പറയേണ്ട കാര്യമില്ല. നമ്മൾ വിവരം കെട്ട വിവരദോഷി പബ്ലിക്കായിട്ട് പറയണ്ടെന്നുള്ള രീതിയിലാണ് അവരത് പറഞ്ഞുകൊണ്ട്. പണ്ട് ഇവൻ കാണിച്ച ഓരോ തെറ്റുകളും ജനങ്ങൾക്ക് പിന്നെയും മനസ്സിലായിട്ടുണ്ട്. കാരണം ഇവനെ കുറിച്ച് മാത്രം വന്നിട്ട് ഈ പെണ്ണു വിഷയം നിരന്തരം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അതൊന്ന് ചിന്തിച്ചു നോക്കി. ഇതിപ്പോ രണ്ടാമത്തെ ഭാര്യ വന്ന് പറഞ്ഞു, ആദ്യത്തെ ഭാര്യ ജീവനം കൊണ്ട് ഓടി, അവസാനം ഉമ്മൻചാണ്ടിയുടെ തലയെ വെച്ചു കൊടുത്തു. രണ്ടാമത്തെ ഭാര്യയുടെ അനുഭവം ഈ പറയുന്നത്. അതുപോലെ ദ്രോഹിച്ച ആ സ്ത്രീയെ അവര് പല കാര്യങ്ങൾ നേരിട്ട് കണ്ടെല്ലാം കഴിയുമ്പോഴത്തേക്ക് അവരത് ഫോണിൽ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഫോൺ തട്ടിപ്പറിക്കുന്നതും പറഞ്ഞിട്ട് അവിടെ ഉള്ള ജോലിക്കാരോട് പറയുന്നു അവൻ തട്ടിപ്പറിക്കാൻ പോകുന്നു. എന്തൊക്കെ വിഷയങ്ങൾ അവിടെ ഉണ്ടാക്കി, അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല. ഒരു അറിയാതെ വന്നിട്ട് ഈ സംസാരിക്കുന്ന ഈ സ്ത്രീ. നീയൊക്കെ സോഷ്യൽ മീഡിയ വന്നിട്ട് എന്ത് ഇൻഫ്ലുവൻസർ ആയി, ഇവിടൊക്കെ ആ ഒരു കിണത്തിപ്പോലും പെടകണ്ട. രേണുവിന്റെ ഒരു ഇതായിട്ട് വരും. ഭരണഘടന അനുസരിച്ച് നോക്കിയാൽ പ്രായപൂർത്തിയായ ഏതൊരു ആണിനും പെണ്ണിനും വല്ലവന്റെ വൈഫായാലും ഹസ്ബൻഡ് ആയാലും പരസ്പരം ഇഷ്ടമുണ്ടെങ്കിൽ ഒന്നിച്ച് ജീവിക്കാം, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാം. അതൊരു തെറ്റല്ല നമ്മുടെ ഈ ഭരണഘടന അനുസരിച്ച് നോക്കുമ്പോൾ. അപ്പൊ അവരാണ് തെറ്റ് ചെയ്തത്. അവര് ഹസ്ബൻഡ് വൈഫ് കൂടെ പറഞ്ഞു നിർത്തേണ്ട ഒരു കാര്യം പബ്ലിക്കിൽ വന്നിട്ട് വിളിച്ചു പറഞ്ഞ് നല്ല കാര്യമാണ്. എല്ലാം മനസ്സിലാവുന്നുണ്ട് ചേച്ചി, മനസ്സിലാവുന്നുണ്ട്. നല്ല ഉപദേശം. ഇനി വേറെ വെക്കാം. ഇവറ്റയുടെയൊക്കെ കണ്ടാൽ നമ്മള് വശലായി പോവും. അത് ഔട്ടായി പോയ സാധനമല്ലേ, കാണാത്ത സാധനമല്ലേ, ഉണ്ടാക്കിയെടുത്തില്ലേ. അത്രയും നമ്മൾ മെനക്കെട്ട് നമ്മുടെ വർക്ക്ഷോപ്പിലെ എഞ്ചിനീയർമാരെ. അപ്പൊ അതൊക്കെ ഓണല്ലേ. ഹോണടിയുടെ കാര്യമാ വർക്ക്ഷോപ്പിലെ എന്തുവാ? എഞ്ചിനീയർമാരോ? ഒരുപാട് കഷ്ടപ്പെട്ട് ഹോണടി. എടാ ഇതൊക്കെ ഒരു സാധാരണപ്പെട്ട ഒരുത്തന ഒരു ബൈക്കിൽ ഒരു സൈലൻസറും അതും ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ നീയൊക്കെ പെറ്റി അത് ഇത് മറ്റേത് മറിച്ചതും മാട ഓട ചക്കയെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുമല്ലോ. അതിനൊന്നും ഒരു കുഴപ്പമൊന്നുമില്ലല്ലേ. അയ്യേ കഷ്ടം. അടുത്ത ഇനി മമ്മൂട്ടിയെ കുറിച്ച് പറയുന്നതൊക്കെ നമുക്കൊന്ന് കേട്ടിട്ട് വരാം. ഈ നാറിയെ സപ്പോർട്ട് ചെയ്യാൻ കുറെ ആൾക്കാരുണ്ടല്ലോ ദൈവമേ എന്ന് ഓർക്കുമ്പോഴാണ് സങ്കടം വരുന്നത്. മമ്മൂക്കയുടെ സ്വഭാവം ഇങ്ങനെയൊക്കെയാ, നമ്മളൊക്കെ നേരിട്ട് അനുഭവിച്ചിട്ടുള്ളതൊക്കെ. അതൊന്നും എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നിയില്ല. കാരണം ഇതൊക്കെ പുള്ളി മുഖത്ത് നോക്കി ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയും. അതത്ര സീരിയസ് ആയിട്ട് എടുക്കും. പുള്ളി ദുഷ്ടലക്ഷ്യത്തോടെ പറയുന്നതല്ല, ദുഷ്ടലാക്കൊന്നുമില്ല, അങ്ങ് പറയുന്നതല്ല. അങ്ങോട്ട് പേടിപ്പിച്ച പേടി പാവം നമ്മൾ വിചാരിക്കുന്ന ആളല്ല. ഇങ്ങോട്ട് വരട്ടേക്ക് ചെയ്യുമെങ്കിലും അങ്ങോട്ടായിരിക്കും വരട്ടെ പുള്ളി മേടിച്ചു.
അപ്പൊ അങ്ങനെ ഒരു ദുഷ്ടനൊന്നും അല്ല, പാവം. അപ്പൊ അതുകൊണ്ട് അതൊക്കെ നമ്മൾ നിസ്സാരമായിട്ട് എലക്ഷൻ ആയോണ്ടോ കേട്ടോ. അല്ലെങ്കിൽ മമ്മൂട്ടിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫാൻസുകാർ കയറി അങ്ങ് കൊടുക്കും. ഇയാൾക്കിപ്പോൾ പഴയ കൂട്ടൊന്നുമില്ല. ഈ കോൺട്രവേഴ്സിയും കാര്യങ്ങളൊക്കെ നല്ല പേടിയുണ്ട് ഗണേഷിന്. അത് ഗണേഷിന്റെ ഓരോ വീഡിയോസുകൾ കാണുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. നല്ല പേടിയുള്ള കൂട്ടത്തിലാണ് മാമന്. അയ്യോ, ഞാൻ സംസാരിക്കില്ല, ചർച്ച ചെയ്യില്ല. മമ്മൂക്കയുടെ ഒരു സ്വഭാവം ഇങ്ങനെയൊക്കെയാ. നമ്മളൊക്കെ നേരിട്ട് ഇത് കണ്ടതാണല്ലോ. അടുത്ത് നേച്ചറല്ലേ, അദ്ദേഹത്തിന്റെ നേച്ചർ അനുസരിച്ച് അദ്ദേഹം പറഞ്ഞു. അതൊരു തെറ്റിദ്ധാരണ പരത്തിയത് കൊണ്ടാണ്. സാരമില്ല, അതെല്ലാം പോട്ടെ. അദ്ദേഹം ഇത്രയും വലിയൊരു മനുഷ്യനല്ലേ. അദ്ദേഹം മലയാള സിനിമയ്ക്ക് എത്ര വലിയ സംഭാവന നൽകിയാണ്. അദ്ദേഹത്തിനെതിരെയൊക്കെ ഒരാളായി നിന്ന ഒരു മിസ്റ്റേക്ക് വീണാൽ അദ്ദേഹത്തെ അതിന്റെ പേരിൽ അതിശയിക്കുന്ന മിസ്റ്റേക്ക് എന്നല്ല ഞാൻ ഈ പറയേണ്ടത്. ഞാൻ ഈ ഒരു കാര്യത്തിൽ ആ ഒരു ഡിവൈഫൈക്കാരൻ്റെ കൂടെ തന്നെ നിന്നൊരു വ്യക്തിയാണ്. വേറെ ഒന്നും കൊണ്ടല്ല. കാരണം സോഷ്യൽ മീഡിയയില ഇത്രയും അത് വൈറലാവുന്ന ആരും പ്രതീക്ഷിച്ചില്ല. പിന്നെ മമ്മൂട്ടി അവിടെ പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, അവരുടെ ഒരു വിചാരമൊന്നുമല്ല, LDF സർക്കാർ നല്ല രീതിയിൽ പ്രൊമോഷൻ നടക്കുന്നുണ്ട്. മോഹൻലാലിനെ ഇവരെയൊക്കെ വിളിച്ച് നല്ല രീതിയിൽ പ്രൊമോഷൻ നടത്തുന്നുണ്ട്. ഇത് മമ്മൂട്ടി സ്വന്തം ഇഷ്ടത്തോടെ അവിടെ വന്നതാണ്. അപ്പോൾ ഈ പാർട്ടിക്കാർ ഇങ്ങനെ കൂടെ നടക്കുമ്പോൾ പാർട്ടിക്കാർ വിളിച്ച് വരുത്തിയതാന്നുള്ളൊരു ഇതുണ്ട്. ചില രാഷ്ട്രീയക്കാരുടെ രീതിയാണ്. അവൻ്റെ ഭാഗത്ത് കൊണ്ട് ചിന്തിക്കുമ്പോൾ, കാരണം അവൻ എല്ലാത്തിനും ഇങ്ങനെ നിൽക്കുമ്പോൾ അവന്മാർ കൊണ്ടുവന്നതാണെന്നുള്ളൊരു ഇത്. മമ്മൂട്ടി അപ്പോൾ എന്താ പറഞ്ഞ്, ഞാൻ നിങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടി വന്നതല്ല, എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം വന്നതാണെന്നുള്ള അർത്ഥം വെച്ചിട്ടാണ് പുള്ളി അവിടെ സംസാരിച്ചത്. പുള്ളിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പം ശരിയുണ്ട്. പക്ഷെ മറ്റവൻ്റെ കാര്യം ഓർക്കുമ്പോഴേ സങ്കടവും തോന്നും. അത് നമ്മൾ പറയണമല്ലോ. പിന്നെ സോഷ്യൽ മീഡിയ കുറേ ആൾക്കാർ മമ്മൂട്ടിയെ അറിയാം. ഡിവൈഫൈക്കാരും മണിസ്റ്റിയാരും എല്ലാവരും കൂടെ മമ്മൂട്ടിയെ തെറിയ വിളിക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് മമ്മൂട്ടി അയാളെ വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തതാണ്. അദ്ദേഹം അത് പറഞ്ഞു. അത് തെറ്റുണ്ടോ ശരിയുണ്ടോ എന്നത് വ്യാഖ്യാനിക്കാൻ ഞാനാളല്ല. നീ ഒന്നിനും ആളല്ല. എന്തായാലും പെങ്ങൾ പറഞ്ഞതിന്റെ ബാക്കി കൂടെ പോർഷൻ ഒന്ന് വെച്ചുതരാം ഞാൻ. പാർട്ടിയോ ബന്ധങ്ങളോ കുടുംബമോ രാഷ്ട്രീയമോ എല്ലാം മാറ്റി വെക്കാം. പക്ഷെ ഒരു കുഞ്ഞിന്റെ, ഇപ്പൊ ശ്രീവിദ്യയുടെ പറഞ്ഞു, ഇദ്ദേഹത്തിന്റെ കഴിഞ്ഞ ദിവസം മീഡിയയിൽ പല പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ചാരിറ്റി പ്രവർത്തനങ്ങൾ ഒരുപാട് ചെയ്യും. ബാലകൃഷ്ണ പിള്ളയുടെ പേരിൽ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. അദ്ദേഹം മഹാനാണ്, വലിയ സംഭവമാണെന്നൊക്കെ ഒരു പാർട്ടിക്കാരൻ കഴിഞ്ഞ ദിവസം ഒരു പ്രസ് റിലീസ് കണ്ടു. അത് കണ്ടപ്പോൾ ഞാൻ ഉറച്ചു, ഇത്രയും ചാരിറ്റി വർക്ക് ചെയ്യുന്ന ആള് ആ ബാലകൃഷ്ണ പിള്ളയുടെ സ്വന്തം കൊച്ചുമകന് വേണ്ടി കരുതിയ പൈസ പോലും കൊടുക്കാതെ തട്ടിപ്പറിച്ചു വെച്ചിരിക്കുന്ന, അതാണോ മനുഷ്യത്വം? അതാണോ ചാരിറ്റി? ആ ചോദ്യം ഞാൻ ഇവിടെ ചോദിക്കാൻ പറയണ്ട എന്ന് വിചാരിച്ചതാണ്. പക്ഷെ എനിക്ക് സത്യമല്ലേ, നാട് മൊത്തം വാരിക്കോരി കൊടുക്കുന്നത്. വീട്ടിലുള്ള ഒരു അവസ്ഥയോ, വീട്ടിലൊരു ക്യാൻസർ പേഷ്യൻ്റ് ഉണ്ട്, ആ കുഞ്ഞിനെ പോലും ചെയ്യാത്തവനൊക്കെ നാട് നന്നാക്കാൻ ഇറങ്ങിയിട്ട് എന്തുണ്ടാകാനാണ്? കുഞ്ഞുങ്ങൾ വേണം, എന്നാലേ അത് പറഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ. അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യയുടെ കുട്ടികൾ പോലും ഇയാളെ തിരിഞ്ഞു നോക്കാറില്ല, മിണ്ടാറില്ല എന്നൊക്കെയാണ് പറയുകയൊക്കെ ചെയ്യുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെ സരിത ആ കാര്യത്തിൽ റീസെൻ്റാണ്. എല്ലാവരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, രണ്ടാമത്തെ അത് മനസ്സിലായി കാണുമല്ലോ അതെന്താ സംഭവം. അതുകൊണ്ട് മാത്രമല്ല അവരൊരക്ഷരവും മിണ്ടാതെ ഇങ്ങനെ ജീവിച്ചു പോകുന്നതെന്ന് അറിയാൻ കഴിയുന്നത്. എല്ലാവർക്കും ബുദ്ധിയുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. സരിതയും പുള്ളിയും തമ്മിലുള്ള കണക്ഷൻ എന്താണെന്നുള്ള രീതിയിൽ അതിലൊരു ഉണ്ടെന്നും പറയുന്നു. എന്റെ അച്ഛൻ്റെ അല്ലേ ഇത് മുഴുവൻ. അത് എനിക്ക് അനുഭവിക്കാൻ ഒരു അവകാശമില്ല എന്ന് പറയുന്ന ഏത് ന്യായത്തിൽ? ഒരുപാട് പേഷ്യൻസിനെയൊക്കെ രക്ഷിക്കുന്നു എന്നല്ലേ പറഞ്ഞു. സ്വന്തം രക്തത്തിലുള്ള ഒരു കുഞ്ഞ് വളരെ ക്രിട്ടിക്കലായിട്ടിരിക്കുന്ന ഈ അവസരത്തിൽ ആ കുഞ്ഞിന് ഉള്ള സഹായം നിഷേധിക്കുന്ന ആൾക്ക് എന്തു മനുഷ്യത്വം? പിന്നെ അതൊരു മനുഷ്യനാണോ? പത്തനാപുരത്തുകാർ ഇത് കാണുന്നില്ലേ? മറുപടി പറയട്ടെ. വളരെ നിർഭാഗ്യകരമാണ്. അവർ പണ്ടന്മാരാ. അവർക്ക് ഈ എന്തെങ്കിലും മുക്കും മൂലയ്ക്ക് എന്തെങ്കിലുമൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ അവരെ കഥ മതി, അത്രേ ഉള്ളൂ. ആൾക്കാരെ കണ്ണി പൊടിയിടാൻ വേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടും. അതാവൻ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും ഒരു മനുഷ്യനും മനസ്സിലാകത്തില്ല. എന്തെങ്കിലുമൊക്കെ ഇതിൻ്റെ സത്യാവസ്ഥകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഇലക്ഷൻ്റെ റിസൾട്ട് വരുമ്പോൾ നല്ല അടി കിട്ടും. ഓക്കെ, കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല. ഇനിയെങ്കിലും ജനങ്ങളായി നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറ. ഓക്കെ, വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സപ്പോർട്ട് ചെയ്യുക. ബൈ, ലവ് യു ഓൾ ഗൈസ്.